നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് സംവിധായകനായി ഒരുങ്ങുന്നുവെന്ന വാർത്ത ഇരുകൈയും നീട്ടിയാണ് സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചത്. ജെയ്സൺ സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നേരത്തെ വിജയ്ക്കെതിരെ സംഗീത വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചതിന് പിന്നാലെ ജെയ്സൺ താരത്തെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രനാണ് വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ്. അച്ഛനൊപ്പം കുട്ടിക്കാലത്ത് ചില സിനിമകളിൽ സഞ്ജയും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനുള്ളതുപോലെ ആരാധകർ മകനുമുണ്ട്. ഭാര്യ സംഗീതയുമായി വേർപിരിയാനുള്ള തീരുമാനം വിജയ് എടുത്ത ശേഷം മക്കളായി സഞ്ജയും ദിവ്യ സാഷയും നടനിൽ നിന്നും അകന്നുവെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു. അച്ഛൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ പോലും വരാതെ തങ്ങൾ അമ്മയ്ക്കൊപ്പമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മക്കളെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്നാൽ പിതാവ് എന്ന രീതിയിൽ വിജയ്ക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മക്കളുടെ മനസ്സിൽ സ്ഥാനമുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് താരത്തിന്റെ മകനും പുതുമുഖ സംവിധായകനുമായ ജെയ്സൺ സഞ്ജയ് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖവും അതിൽ പറഞ്ഞ വാക്കുകളും. സിനിമാ രംഗത്തേക്ക് കടന്നുവരാൻ തീരുമാനിച്ചപ്പോൾ കുടുംബം നൽകിയ പിന്തുണയെക്കുറിച്ച് അഭിമുഖത്തിൽ സഞ്ജയ് സംസാരിച്ചിരുന്നു. സംവിധായകനെന്ന നിലയിൽ സഞ്ജയ് അരങ്ങേറ്റം കുറിക്കുന്ന സിഗ്മ സിനിമ റിലീസിന് ഒരുങ്ങുന്നതിനിടെയാണ് ആനന്ദ വികടന് നൽകിയ അഭിമുഖത്തിൽ ജെയ്സൺ സഞ്ജയ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. സിനിമയെ കരിയറായി തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ആ കാര്യം ഏറ്റവും അടുത്തവരോടാണ് പങ്കുവച്ചത് എന്ന് ജെയ്സൺ പറഞ്ഞു. ഞാൻ മാതാപിതാക്കളോടും സഹോദരിയോടും സുഹൃത്തുക്കളോടും സംസാരിച്ചിരുന്നു. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടായിരുന്നു. അതാണ് എനിക്ക് വലിയ ആത്മവിശ്വാസവും ഊർജവും നൽകിയത്. അപ്പോഴാണ് അവർ എന്നിൽ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സിഗ്മയുടെ ചിത്രീകരണം ആരംഭിച്ചപ്പോൾ വിജയ് സേതുപതി സാറും സൂരി സാറും ഉൾപ്പെടെ നിരവധി പേർ ആശംസകൾ അറിയിച്ചു. പലരുടെയും അനുഗ്രഹവും തനിക്ക് ലഭിച്ചുവെന്നും ജെയ്സൺ പറഞ്ഞു. സിഗ്മയ്ക്ക് ശേഷം ചെയ്യാനായി 2-3 കഥകൾ ഇതിനോടകം മനസ്സിലുണ്ടെന്നും ജെയ്സൺ വെളിപ്പെടുത്തി. എന്റെ മനസ്സിൽ 3ഓളം മികച്ച കഥകളുണ്ട്. സിഗ്മ റിലീസായതിനു ശേഷം അവ വികസിപ്പിക്കാൻ തുടങ്ങും. ചെറുപ്പം മുതലേ സിനിമയോടുള്ള ഇഷ്ടം വളർന്നതിന്റെ കാരണവും ജെയ്സൺ പങ്കുവച്ചു. ഞാനൊരു സിനിമാ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായം മുതൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പോകാറുണ്ടായിരുന്നു. നിരവധി പ്രീമിയർ ഷോകളും കണ്ടിട്ടുണ്ട്. സിനിമ കാണുന്നത് എപ്പോഴും എന്റെ പ്രധാന വിനോദങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷകളിലെയും വ്യത്യസ്ത വിഭാഗങ്ങളിലെയും സിനിമകൾ കാണാനുള്ള അവസരമുണ്ട്. സിനിമ കാണുമ്പോൾ കഥ പറയുന്ന രീതിയാണ് താൻ ഏറ്റവും ശ്രദ്ധിക്കുന്നത് എന്നും ജെയ്സൺ പറഞ്ഞു. ഒരു സിനിമ കാണുമ്പോൾ കഥ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കും. എനിക്കതൊരു ഗെയിം പോലെയാണ്. സിനിമ കാണാത്ത സുഹൃത്തുക്കളോട് അതിന്റെ കഥ വലിയ ആവേശത്തോടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. കഥ പറയാനുള്ള ആ ശീലമായിരിക്കാം എന്നെ സിനിമയിലേക്ക് നയിച്ചതിന്റെ തുടക്കം, ജെയ്സൺ പറഞ്ഞു. കാനഡയിൽ പഠിക്കുമ്പോൾ ഞാൻ 125 പേജുള്ള ഒരു തിരക്കഥ എഴുതിയിരുന്നു. എന്നാൽ അന്നത് ഫീച്ചർ ഫിലിമാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നൊരു രംഗം മാത്രം ചിത്രീകരിക്കണോ അല്ലെങ്കിൽ മുഴുവൻ കഥയും ചുരുക്കി ഒരു ഹ്രസ്വ ചിത്രമാക്കണമോ എന്ന് ആലോചിച്ചു. ഒടുവിൽ അത് 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമാക്കി. ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, എന്താണ് എൻ്റെ ശക്തിയും ദൗർബല്യവും എന്ന് മനസ്സിലാക്കാനായിരുന്നു ആ സിനിമ ഒരുക്കിയത്. പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം 3ഓളം വ്യത്യസ്ത കഥകൾ വികസിപ്പിച്ചു. അതിലൊരു ആശയം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അത് സുഹൃത്തുക്കളോടും സിനിമയെക്കുറിച്ച് അറിവുള്ളവരോടും പങ്കുവച്ചു. അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് കുറവുകൾ തിരുത്തുകയും മികച്ച കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. എന്റെ അമ്മാവൻ സഞ്ജീവ് വഴിയാണ് നിർമ്മാതാവ് തമിഴ് കുമാർ സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോഴും ഞാൻ സിനിമ സംവിധാനം ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല. ഒരു നിർമ്മാതാവിനോട് കഥ പറഞ്ഞ് അനുഭവം നേടാമെന്ന ചിന്ത മാത്രമായിരുന്നു. കഥ കേട്ട തമിഴ് കുമാർ സാറിന് അത് വളരെ ഇഷ്ടമായി. പിന്നീട് സുഭാസ്കരൻ സാറിനെയും കണ്ടു. അദ്ദേഹത്തിനും കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന സിഗ്മ രൂപം കൊണ്ടതെന്നും ജെയ്സൺ പറഞ്ഞു. വിജയുടെ മകനായതുകൊണ്ട് തന്നെ ജെയ്സൺ അഭിനയത്തിലേക്ക് തിരിയുമെന്നാണ് ആരാധകരിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സംവിധാനമാണ് താല്പര്യമെന്നും നടനാകാനുള്ള പ്ലാൻ ഇല്ല എന്നുമാണ് ജെയ്സൺ പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, പ്രേമം പോലൊരു ഹിറ്റ് ചിത്രമൊരുക്കിയ സംവിധായകൻ അൽഫോൺസ് പുത്രൻ അഭിനയിക്കാൻ അവസരം ഓഫർ ചെയ്തിട്ട് താനത് നിരസിക്കുകയായിരുന്നുവെന്നും ജെയ്സൺ വെളിപ്പെടുത്തി. തന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഒരു ചിത്രത്തിലേക്ക് അൽഫോൺസ് പുത്രൻ നായക വേഷത്തിലേക്ക് ക്ഷണിച്ചത്. അന്ന് തനിക്ക് പ്രായം ഏകദേശം 20 വയസ്സ് മാത്രമായിരുന്നു. സിനിമ ഒരു കരിയറായി തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് അന്ന് ഗൗരവമായി ആലോചിച്ചിരുന്നില്ല എന്നും ജെയ്സൺ പറഞ്ഞു. അൽഫോൺസിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു യൂത്ത് സ്റ്റോറിയായിരുന്നു. പക്ഷേ അഭിനയിക്കാനാകുമെന്നോ സിനിമയിലേക്ക് വരാനാകുമെന്നോ ഉറപ്പില്ലാത്തതിനാൽ ആ അവസരം താൻ സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു.
ആ സിനിമയുടെ കഥ താൻ കേട്ടിരുന്നില്ല. കാരണം താൻ ഏറെ ആരാധിക്കുന്ന ഒരു സംവിധായകന്റെ കഥ കേട്ടതിന് ശേഷം അത് വേണ്ട എന്ന് വെക്കാൻ ആഗ്രഹിച്ചില്ല. ആ കഥാപാത്രത്തിന് കൂടുതൽ അനുയോജ്യമായ മറ്റൊരാളെ കണ്ടെത്താൻ ആ ടീമിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് താൻ ചെയ്തത്. എങ്കിലും അൽഫോൺസ് പുത്രൻ തന്നെ പരിഗണിച്ചത് അഭിമാനവും മറക്കാനാകാത്തതുമായ ഒരു നിമിഷമായിരുന്നുവെന്നും ജെയ്സൺ പറഞ്ഞു. സംവിധായകന്റെ കുപ്പായം അണിഞ്ഞിരിക്കുമ്പോഴും സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷണൽ വീഡിയോയിൽ ജെയ്സൺ അഭിനയിച്ചിട്ടുണ്ട്. അത് പക്ഷേ താൻ അഭിനയത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ തുടക്കമായിട്ടൊന്നും കാണരുതെന്നും ജെയ്സൺ പറഞ്ഞു. ഇപ്പോൾ താൻ പ്രാധാന്യം നൽകുന്നത് സിഗ്മ എന്ന തന്റെ സിനിമയെ വിജയകരമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്നതിനാണ്. അതിനുശേഷം മാത്രമേ അഭിനയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകൂ എന്നാണ് ജെയ്സൺ സഞ്ജയ് പറഞ്ഞത്. സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെ ജെയ്സൺ സഞ്ജയ് അച്ഛനുമായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അച്ഛന്റെ നിഴലിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കാനാണ് മകന്റെ തീരുമാനം. വിജയ്ക്ക് ആരോപണ വിധേയയായ നടിയുമായി ബന്ധമുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ അച്ഛനും മകനും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നുവെന്നും സഞ്ജയ് വീട് വിട്ടിറങ്ങാൻ അതാണ് കാരണമെന്നും നേരത്തെ പല തമിഴ് മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. വിജയ്ക്ക് നടി തൃഷയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾ ചൂടുപിടിച്ചപ്പോൾ തന്നെ ജെയ്സൺ തന്റെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പിതാവിനെ അൺഫോളോ ചെയ്തുകൊണ്ടായിരുന്നു ഇത്. ഇതിന് പിന്നാലെ ജെയ്സൺ തന്റെ പേരിനൊപ്പമുള്ള അച്ഛന്റെ ഇനിഷ്യലായ വി മാറ്റി അമ്മയുടെ പേരിന്റെ ആദ്യ അക്ഷരമായ എസ് എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതും ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും ജെയ്സൺ പങ്കെടുത്തിരുന്നില്ല. അമ്മ സംഗീതയ്ക്കും ദിവ്യയ്ക്കുമൊപ്പം ജെയ്സണും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം അച്ഛന്റെ വഴിയിലൂടെ അഭിനയത്തിലേക്കല്ല, പകരം സംവിധാനത്തിലേക്കാണ് ജെയ്സൺ സഞ്ജയ് ചുവട് വെക്കുന്നത്. സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിഗ്മ എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ്. സന്ദീപ് കിഷൻ, ഫരിയ അബ്ദുള്ള, രാജു സുന്ദരം, അൻപദാസൻ, സമ്പത് രാജ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രം ജൂലൈ 31-നാണ് തിയേറ്ററുകളിൽ എത്തുക. അഭിനയിക്കാൻ താൻ മകനെ നിർബന്ധിക്കില്ല എന്നും മക്കൾക്ക് അവരുടെ വഴി തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും മുൻപ് വിജയ് പറഞ്ഞിരുന്നു. മകൻ സിനിമയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് അവന്റെ മനസ്സിൽ എന്താണ് എന്ന് തനിക്ക് അറിയില്ല എന്നും അഭിനയിക്കാൻ താൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല എന്നുമായിരുന്നു വിജയുടെ വാക്കുകൾ. മക്കൾക്ക് തന്റെ പിന്തുണ എപ്പോഴും ഉണ്ടാകുമെന്നും എന്നാൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല എന്നുമാണ് വിജയ് വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ അച്ഛനും മക്കളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെയാണ് താമസിക്കുന്നത്. മക്കൾ രണ്ടുപേരും അമ്മയോടൊപ്പമാണ് താമസം. അമ്മയ്ക്കൊപ്പം അവർ ഹാപ്പിയാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദിവ്യ സാക്ഷിയുടെയും ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗവും മകൾ ദിവ്യ സാക്ഷിയും ഉൾപ്പെടുന്ന ഒരു ഹൃദയസ്പർശിയായ വീഡിയോയായിരുന്നു അത്. ഒരു അത്ലറ്റിക്സ് മത്സരത്തിനിടയിലുള്ള ഇരുവരുടെ വീഡിയോയാണ് പ്രചരിച്ചത്. മത്സരത്തിലെ ഓട്ട ഇനത്തിൽ പങ്കെടുത്ത ദിവ്യ സാക്ഷ ഫിനിഷിംഗ് ലൈൻ കടന്നതിന് പിന്നാലെ മൈതാനത്തിന്റെ ഒരു വശത്ത് കാത്തുനിന്നിരുന്ന അമ്മ സംഗീതയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. വലിയ പുഞ്ചിരിയോടെ മകളെ വരവേൽക്കുന്ന സംഗീതയുടെ മുഖത്തെ സന്തോഷവും അഭിമാനവും ആരാധകരുടെ മനസ്സ് കീഴടക്കുകയാണ്. അമ്മയും മകളും തമ്മിലുള്ള ഈ മനോഹര നിമിഷം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേരാണ് പ്രതികരണവുമായി എത്തിയത്. ലളിതമായതെങ്കിലും ഹൃദയസ്പർശിയായ ഈ വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി കുടുംബ ബന്ധങ്ങളുടെ സൗന്ദര്യവും ചെറിയ നിമിഷങ്ങളുടെ വിലയും ഓർമ്മിപ്പിക്കുകയാണെന്നാണ് ആരാധകർ പറയുന്നത്. വിജയും ഭാര്യ സംഗീത സ്വർണലിംഗവും തമ്മിലുള്ള വിവാഹമോചന കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിജയുടെ അമ്മ ശോഭാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ശക്തമായി ഇടപെട്ടുവെന്ന വാർത്തയുണ്ടായിരുന്നു. ഒരു നടിയുമായി വിജയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംഗീത താരത്തിനെതിരെ വിവാഹമോചന കേസ് നൽകിയത്. കേസ് ഓഗസ്റ്റിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. 25 വർഷത്തിലേറെ നീണ്ട ദാമ്പത്യ ബന്ധത്തിന് ഒടുവിലാണ് സംഗീത വിവാഹമോചനത്തിനായി ഹർജി ഫയൽ ചെയ്തത്. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിലാണ് ഹർജി ഫയൽ ചെയ്തത്. ഗുരുതരമായ ആരോപണങ്ങളാണ് സംഗീത വിജയ്ക്കെതിരെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. വിജയ്ക്ക് ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടായിരുന്നുവെന്ന് സംഗീത ഹർജിയിൽ ആരോപിക്കുന്നു. 2021-ൽ ഈ ബന്ധം സംഗീത കണ്ടുപിടിച്ചു. ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് ഉറപ്പു നൽകിയെങ്കിലും അദ്ദേഹം അത് യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ തുടർന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. You're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.